ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CCR നെറ്റ് ജൂൺ 2016 ചോദിച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ആൻഡ് ബി സീക്വൻസ് ഇൻ -1 1, അതായത് -1 എന്നുള്ള ഓപ്പൺ ഇന്റർവെല്ലിൽ ഒരു സീക്വൻസ് എ എൻ ആണ്. ദെൻ ദി സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്താൽ എ എന്നിന്റെ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്താൽ അത് ഈ സെറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് -1 0 1. എല്ലാ ലിമിറ്റ് പോയിന്റ്സും ഇതിലുണ്ടാവുന്നതാണ് പറയുന്നത്. വെദർ ട്രൂ ഓർ ഫാൾസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ആക്ച്വലി ഇതൊരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഓരോന്നേരം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എ എൻ എന്നുള്ളത് എവിടുത്തെ സീക്വൻസ് ആണ്? എ എൻ എന്നുള്ളത് ഒരു ഓപ്പൺ ഇന്റർവെൽ -1 1 സീക്വൻസ് ആണ്. സോ എ എൻ എനിക്ക് ഇങ്ങനെ എഴുതാം, -1 ലെസ് ദാൻ എ എൻ ഈസ് ലെസ് ദാൻ 1 അല്ലേ? സോ നമുക്ക് എ എൻ എന്ത് പറയാം? എ എൻ ഈസ് ബൗണ്ടഡ്. ഓക്കെ, എ എൻ ഈസ് ബൗണ്ടഡ്. സോ നമുക്ക് ഞാൻ എസ് എന്നുള്ളൊരു സെറ്റ് എടുത്തു. സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എ എൻ അങ്ങനെ സെറ്റ് എടുത്തു. എസ് എന്നുള്ള സെറ്റ് എന്തെടുത്തു? ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എ എൻ, എന്റെ ലിമിറ്റ് പോയിന്റ്സ് എടുത്തു. ഫ്രം ദിസ് എ എൻ ഈസ് ബൗണ്ടഡ് ആൻഡ് ബൈ എ റിസൾട്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത റിസൾട്ട് പ്രകാരം എന്താണ് റിസൾട്ട്? എന്നുണ്ട് എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് അല്ലേ? ഇതിന്റെ തിയറം പറയും നമ്മള് ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം. ഓക്കെ, എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും എന്തുണ്ടായിരിക്കും? ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. സോ എനിക്ക് എസ് എന്താണെന്ന് പറയാം? എസ് ഈസ് നോട്ട് എംപ്റ്റി. എസ് എന്താണ്? നോൺ എംപ്റ്റി ആണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റ് പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കും. നമുക്ക് പറയേണ്ടത് എന്താണ്? ആ ലിമിറ്റ് പോയിന്റ്സുകളൊക്കെ -1 0 1 ആണോ അല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ആണോ അല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഞാൻ എ എന്നുള്ള സീക്വൻസ് എടുത്തു. എ എൻ ഇസ് ഈക്വൽ ടു 1/3 എന്നുള്ള ഒരു സീക്വൻസ് എടുത്തു. വിൽ ബിലോങ്സ് ടു -1 1. -1 1 ഉള്ളതാണ് എ എൻ ഇസ് ഈക്വൽ ടു 1/3, എ കോൺസ്റ്റന്റ് സീക്വൻസ്. ഓക്കെ, ഫോർ എവരി എൻ. n is equal to 1/3 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് പോയിന്റ് എന്താണ്? ലിമിറ്റ് പോയിന്റ് ഓഫ് an is equal to 1/3 അല്ലേ? 1/3 അല്ലേ? കാരണം 1/3 ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലെന്തുണ്ട്? സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. 1/3 ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലെന്താണ്? സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. a1 a2 a3 എക്സെട്ര, അതൊക്കെ അതിന്റെ ടൈം ആണ്. സോ 1/3 ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? an is limit points of an 1/3 ആണെന്ന് പറയാം. But 1/3 does not belongs to the set -1 0 1. 1/3 എന്തില്ല? -1 0 1 എന്നുള്ള സെറ്റില് ഇല്ല. അവിടെ തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം? ഫാൾസ് ആണെന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഫാൾസ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നോക്കാം. ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എൻ 1/3 ആണ്. ഞാൻ 1/3 എന്നുള്ള ഒരു റാഷണൽ നമ്പർ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു ഫേമസ് റിസൾട്ട് ഉണ്ട്. എന്താണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീക്വൻസിന്റെ കളക്ഷൻ ഉണ്ട്. an is equal to 1 - 1/n all power n. 1 - 1/n all power n. ക്ലിയർലി നമുക്കറിയാം ഫോർ എവരി n 1 - 1/n എന്താണ്? എവിടെ ഉണ്ടായിരിക്കും? ബിലോങ്സ് ടു -1, 1 അല്ലെ? -1, 1 ഉണ്ടായിരിക്കും 1 - 1/n എന്നുള്ളത്. സോ ഇറ്റ്സ് പവർ 1 - 1/n ഓൾ പവർ n എവിടെ ഉണ്ടായിരിക്കും? ബിലോങ്സ് ടു -1, 1. ഓക്കെ, സോ ഈ സീക്വൻസ് എവിടെ ഉണ്ടായിരിക്കും? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് എവിടെ ഉണ്ടായിരിക്കും? വിൽ ബിലോങ്സ് ടു -1 1. And what is this limit? Limit an is equal to what is
limit n tends to infinity 1 minus 1 by n all power n. So നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ് എന്ത്? ബൈ റിസൾട്ട് നമുക്ക് എന്തറിയാം? ലിമിറ്റ് n tends to infinity 1 plus a by n all power n equal to e power a. 1 plus a by n all power n is equal to e power a. അങ്ങനെ കിട്ടുന്നത് നമുക്ക് നമ്മൾ 1 plus 1 a by n എന്നുള്ള സീക്വൻസ് എടുത്തു, all power n എന്നുള്ള സീക്വൻസ് എടുത്തു, സം ലെറ്റ് a n is equal to 1 plus a by n all power n എടുത്തു. ഓക്കെ, സോ ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് a n is equal to n into ലോഗ് 1 plus a by n എന്ന് കിട്ടും. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ലോഗ് 1 plus a by n all power 1 by n എന്ന് എഴുതാം. ഓക്കെ, all power 1 by n എന്ന് എഴുതാം. സോ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? ആസ് n tends to infinity ഇത് എങ്ങോട്ട് പോകും? 0ലേക്ക് പോകും. ഇത് എങ്ങോട്ട് പോകും? 0ലേക്ക് പോകും. സോ നമുക്ക് എന്ത് കിട്ടുന്ന എന്താണ്? 0/0 ഫോം കിട്ടും. 0/0 ഫോം കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? 0/0 ഫോം കിട്ടിയാൽ നമുക്ക് എൽഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കാം. എന്ത് ചെയ്യാം? എൽഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 1/1 plus a by n into minus a by n square divided by മേലെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. മേലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 plus a n into minus a by n square, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus 1/n square കിട്ടും. ഓക്കെ, സോ ഈ n സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി, മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ നമുക്ക് കിട്ടുന്നത്? a divided by 1 plus a by n എന്ന് കിട്ടും. സോ ആസ് n tends to infinity ഇത് എങ്ങോട്ടാ പോകുന്നത്? a by 1 plus a by n converges to a. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? an ഞാൻ ലോഗ് an എന്നുള്ളതിന് നമുക്കൊരു സം b n എന്ന് എടുത്തു. നമുക്ക് എന്ത് കിട്ടി? ലോഗ് an converges to a as n tends to infinity. സോ നമുക്ക് അറിയുന്ന റിസൾട്ട് പ്രകാരം e power log an എങ്ങോട്ട് കൺവേർജ് ചെയ്യും? converges to e power a. Now what is e power log an? E power log an implies an. An converges to e power a. And now what is an? An is equal to 1 plus a by n all power n. Okay, so നമുക്ക് റിസൾട്ട് കിട്ടിയ റിസൾട്ട് എന്താണ്? One plus a by n all power n converges to e power a. 1 plus a by n all power n converges to e power a. So നമുക്ക് ഇവിടെ ഉള്ള സീക്വൻസ് ഏതാണ്? n is equal to 1 minus 1 by n all power n. So it converges to e power minus 1. Now e power minus 1 means 1 by e power e will belongs to minus 1 1. Okay, now it's an irrational number. It's an irrational number. So നമുക്ക് എന്ത് കിട്ടി? ഒരു ഇറേഷണൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഇതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ? 1 minus 1 by n all power n എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഒരു റാഷണൽ നമ്പർ ആണ്, 1 by n ഒരു റാഷണൽ നമ്പർ ആണ്. സോ 1 minus 1 by n എന്താണ്? ഇറ്റ്സ് അഗൈൻ എ റാഷണൽ നമ്പർ. ആൻഡ് 1 minus 1 by n all power n എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അഗൈൻ എ റാഷണൽ നമ്പർ സിൻസ് n ഈസ് നാച്ചുറൽ നമ്പർ. n നാച്ചുറൽ നമ്പർ ആയിരിക്കുമ്പോൾ എന്താണ്? നമുക്ക് അതിന്റെ പവേഴ്സ് കിട്ടും. ആ പവേഴ്സ് ഒക്കെ എന്താണ്? റാഷണൽ നമ്പർ ആണ് കിട്ടുക അല്ലെ? നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെ 0.1/2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റാഷണൽ നമ്പേഴ്സ് കിട്ടും. പക്ഷെ അതല്ല, നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ റാഷണൽ നമ്പേഴ്സ് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? q എന്നുള്ളതിലുള്ള ഒരു സീക്വൻസ് കിട്ടി. an belongs to q but its limit point but limit of an എവിടെയാണ്? belongs to q complement. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഇറാഷണൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്ന റാഷണൽ നമ്പർ നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, സോ ഇങ്ങനെ റിസൾട്ടും കൂടെ നമുക്ക് അതിന് മനസ്സിലാക്കി എടുക്കാം. ആൻഡ് ദിസ് ബിലോങ്സ് ടു -1 1. ഓക്കെ, നൗ ഞാൻ ഇവിടെ ഇതിന് പകരം -1 0 1 എന്നുള്ളതിന് പകരം the limit points of an is in -1 1 ഓപ്പൺ ഇന്റർവെൽ -1 1 എന്നാക്കിയാലോ? അത് ട്രൂ ആവോ ഇല്ല നമ്മൾ നോക്കണല്ലോ. നമ്മൾ ഫസ്റ്റ് എടുത്ത എക്സാമ്പിൾ an is equal to 1/3 എന്നായിരുന്നു. ഇത് എവിടെ ഉണ്ട്? കൺവേർജസ് ടു 1/3 വിൽ ബിലോങ്സ് ടു എന്താണ്? -1 1 തന്നെ ഉണ്ട്. ഓക്കെ, സോ
അങ്ങനെയല്ല, ഞാൻ അവിടെ ഇതിന് പകരം an is in -1 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ട്രൂ ആവുക എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് an is equal to 1 minus 1 by n. an is equal to എടുത്തു 1 minus 1 by n. This belongs to -1, 1. -1, 1. But limit an എന്താണ്, limit an is equal to 1 അല്ലേ, limit an is equal to 1. This does not belongs to -1, 1. ആണ് അവിടെ ഓപ്പൺ ഇന്റർവെൽ -1 ആണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് എന്താ പറയാം, an is equal to ഞാൻ -1 plus 1 by n എടുത്തു, -1 plus 1 by n എടുത്തു. This is also belongs to -1, 1. Okay, this also belongs to -1, 1. But limit an എന്താണ്, -1 ആണ്. സോ നമുക്ക് എന്താ പറയാം, -1 does not belongs to -1, 1. Okay, limit an does not belongs to -1, 1. So this is also false. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫാൾസ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫാൾസ് ആണ്. അപ്പോ എങ്ങനെയാണ് ഇത് ട്രൂ ആവുന്നത്, എപ്പോഴാണ് ഇത് ട്രൂ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞ റിസൾട്ട് ഉണ്ടായിരുന്നു, if un is less than vn, strictly less than vn, then limit un is less than or equal to limit vn. Okay, un strictly less than vn ആണ് for every n, then limit un is less than or equal to limit vn. Okay, so ഞാനിവിടെ vn ആയിട്ട് നമ്മൾ എന്തെടുത്തു, or otherwise നമുക്ക് എന്തറിയാം, wn less than un less than vn and limit wn equal to limit vn equal to l, then limit un equal to l. or otherwise നമുക്ക് ഇത് സാൻഡ്വിച്ച് തിയറി ആണ്, അത് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. then ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് wn less than or equal to limit un is less than or equal to limit vn എന്ന് പറയാം. ഓക്കെ, ലിമിറ്റ് wn less than or equal to limit un less than or equal to limit vn, un less than wn less than un less than vn ആണെങ്കിൽ. സോ ഞാനിവിടെ wn എന്നുള്ളത് -1 എന്നുള്ള സീക്വൻസ് ആക്കി എടുത്തു, കോൺസ്റ്റന്റ് സീക്വൻസ്. ഓക്കെ, ആൻഡ് vn എന്നുള്ളത് ഇവിടെ a ആണ് കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ a ആണ് തന്നിട്ടുള്ളത്. vn എന്നുള്ളത് 1 എന്നുള്ള കോൺസ്റ്റന്റ് സീക്വൻസ് ആക്കിയിട്ട് എടുത്തു. സോ നമുക്ക് ഈ ഇനീക്വാലിറ്റി, ഫസ്റ്റ് ഇനീക്വാലിറ്റി എങ്ങനെ പറയാം, -1 less than an is less than 1. ഇതാണ് നമ്മുടെ റിക്വയർമെന്റ്, ഇതാണ് നമ്മുടെ റിക്വയർമെന്റ്. ഓക്കെ, -1 less than an less than 1. So its limit wn less than or equal to limit an less than or equal to limit vn. So ഇതിന്റെ ലിമിറ്റ് എന്താണ്, -1 തന്നെ. -1 is less than or equal to an is limit an എന്ന് പറയുമ്പോൾ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് an അല്ലെ, ലിമിറ്റ് ഓഫ് an is less than or equal to 1. So an ന്റെ ലിമിറ്റ് പോയിന്റ്സ് എവിടെ ഉണ്ടായിരിക്കും, ലിമിറ്റ് പോയിന്റ്സ് ഓഫ് an എവിടെ ഉണ്ടായിരിക്കും, ലിമിറ്റും ലിമിറ്റ് പോയിന്റ്സും വ്യത്യാസമുണ്ട് എങ്കിലും നമ്മൾ എന്താ പറയാ, അതിന്റെ ലിമിറ്റ് പോയിന്റ്സും അവിടെ തന്നെ ഉണ്ടാവുക അല്ലെ. ലിമിറ്റ് പോയിന്റ്സ് ഓഫ് n belongs to -1, 1. ഓക്കെ, -1, 1. ഓക്കെ, സോ ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെയ്തതൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടാണ്, ലിമിറ്റ് എന്നുള്ളൊരു ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആക്ച്വലി എന്താണ്, ലിമിറ്റും ലിമിറ്റ് പോയിന്റും തമ്മില് രണ്ടും ഡിഫറെന്റ് ആണെങ്കിലും അത് രണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരു ബന്ധമുണ്ട്. ഓക്കെ, ഒരു ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ലിമിറ്റ് പോയിന്റുകളും ലിമിറ്റ് ആവണമെന്നില്ല, പക്ഷെ എല്ലാ ലിമിറ്റും എന്താണ്, ലിമിറ്റ് പോയിന്റ് ആണ്. സോ നമുക്കൊരു an എന്നുള്ളൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തായിരിക്കും, ലിമിറ്റ് പോയിന്റ്, ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ അതിന് എന്തായിരിക്കും, ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടാവും നമുക്ക് എന്തായാലും പറയാം. സോ ഈ ലിമിറ്റ് പോയിന്റും ഈ സീക്വൻസിന്റെ ഒരു സ്ട്രക്ചർ തമ്മില് ചെറിയൊരു ബന്ധമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ സംസാരിക്കും, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.